മൂക്കുന്ന് മല എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, ഭയങ്കര സത്യമുള്ള സംഭവമാണ്. ദൈവമായിട്ട് മഴ പെയ്പ്പിച്ചതുണ്ടോ? കാര്യം ഇല്ലെങ്കിൽ ഇന്ന് തീരില്ല ഈ സംഭവം. ദൈവമുണ്ട്. മൂക്കുന്നി മല ഒരു ശക്തിയുള്ള ഒരു ഇതാണ്. ഇത്രയും കത്തി വന്നപ്പോൾ ഒരു മഴ പെയ്തത് ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പിടിച്ചാൽ നിൽക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ 6 മണിക്കൂറായി മൂക്കുന്നി മലയെ തീനാളങ്ങൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് തിരുവനന്തപുരം മലയത്തെ മൂക്കുന്നി മലയിൽ രാവിലെ 11:15 കൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. പിന്നീട് ഫയർഫോഴ്സും പോലീസും ആ നാട്ടുകാരും എല്ലാം ചേർന്ന് സകല പണി പഠിച്ച പണി 18 പയറ്റി തീ അണയ്ക്കുവാനുള്ള ശ്രമമൊക്കെ നടത്തി. പക്ഷേ തീ ഒരു വശത്ത് നിന്ന് അണച്ചു വരുമ്പോൾ മറുവശത്ത് നിന്ന് കാറ്റടിച്ച് ഈ കൊടുംവേനലിൽ വീണ്ടും തീ കത്തിപ്പിടിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഹെക്ടർ കണക്കിന് ഭൂമിയാണ് ഇവിടെ കത്തിത്തീർന്നത്. ആ ഫയർ എഞ്ചിൻ ഇങ്ങോട്ടേക്ക് കയറി എത്താൻ, അതായത് കുത്തനെയുള്ള പ്രദേശമായതിനാൽ തന്നെ ഫയർ എഞ്ചിനുകൾ ഇങ്ങോട്ടേക്ക് കയറി വരുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടും ഈ രക്ഷാപ്രവർത്തനത്തെ വല്ലാതെ ബാധിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് പുതിയ നായകന്റെ ഒരു മാസ് എൻട്രി ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ ദേ ഇവിടെ മഴ അവതരിച്ചിരിക്കുന്നു. ആ മഴ പെയ്ത് എല്ലാ പ്രദേശത്തെയും, അതായത് ആ മലയുടെ മുകളിൽ നിന്ന് താഴെ അറ്റം വരെ ആ പടർന്നു പിടിച്ച തീയെ ഒറ്റയടിക്ക് മഴ അണച്ചിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അവസാനമായി ഈ കത്തുന്ന ചില കെടാത്ത കനലുകൾ പുകയുന്നു എന്നതിനപ്പുറത്തേക്ക് എല്ലാ മേഖലയിലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ സാധാരണഗതിയിലൊക്കെ പറയാറുണ്ട്, ഈ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിസന്ധി സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാകുന്നത്. ഇവിടെ നായകനായിട്ടാണ് മഴ അവതരിച്ചിരിക്കുന്നത്. പല ഘട്ടങ്ങളിൽ വില്ലനായും സൗന്ദര്യമായും ഒക്കെ നമ്മൾ മഴയെ പറയും. ഇവിടെ ഒരു ക്യാമിയോ റോളിൽ ഹീറോ എൻട്രി ആയി തന്നെ മഴ വന്നിരിക്കുന്നു. ഈ തീ പടരുന്നത് മാത്രമല്ല, ഇതിന് ഈ പുക, പ്രത്യേകിച്ച് ഇവിടെ ഈ കവറും മറ്റു മാലിന്യങ്ങളും ഒക്കെ കത്തിയത് അതൊരു വലിയ ആശങ്കയില്ല. ഇവിടെ കൂടിയ ചെറുപ്പക്കാരടക്കമുള്ളവർക്ക് തന്നെ ഒരു ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം. ഈ ഫയർഫോഴ്സ് വന്നാൽ എത്രയെന്ന് പറഞ്ഞിടയ്ക്കും. മൂക്കുന്നി മല ഒരു ശക്തിയുള്ള ഒരു ഇതാണ്. ഇത്രയും കത്തി വന്നപ്പോൾ ഒരു മഴ പെയ്തത് ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത് നമ്മൾ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പിടിച്ചാൽ നിൽക്കാത്ത ഒരു അവസ്ഥയിലായിരുന്നു. വളരെ കാലങ്ങളായിട്ട് നമ്മൾ ഈ സംഭവം കാണുന്ന ആൾക്കാരാണ്. അതായത് സീസൺ പോലെ കത്തുന്ന കഴിഞ്ഞ ഒരു 7-8 വർഷം മുമ്പേ കത്തിയ സമയത്ത് ഹെലികോപ്റ്ററിൽ കെമിക്കൽ അടിച്ചാണ് തീ അണച്ചത്. കാര്യം ഫയർഫോഴ്സ് പോകാൻ പറ്റില്ല. ഫയർഫോഴ്സുകാർ അങ്ങേറ്റം ഫയർഫോഴ്സുകാരന്മാർ അവർ ഇത് ഉണ്ട്. കാരണം അവർക്ക് പറ്റില്ല. നമ്മൾ ഈ സാധാരണ ഒരു തീ അണയ്ക്കും പോലല്ല, 4 ചുറ്റിനും കാട് തീ പിടിക്കുമ്പോൾ അവർക്ക് അതിനകത്ത് ഉള്ളിൽ പോകാൻ പറ്റില്ല. അത്രയും നമ്മൾ രാവിലെ മുതൽ പല്ല് പോലും തേക്കാണ്ട് രാവിലെ മുതൽ ഇതിൻ്റെ പുറകെയാണ് രാവിലെ. എന്നാലും ഈ മഴ മൂക്കുന്ന് മല എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല, ഭയങ്കര സത്യമുള്ള സംഭവമാണ്. ദൈവമായിട്ട് മഴ പെയ്പ്പിച്ചതുണ്ടോ? കാര്യം ഇല്ലെങ്കിൽ ഇന്ന് തീരില്ല ഈ സംഭവം. ദൈവമുണ്ട്. എന്താണെങ്കിലും ഇനി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഫയർഫോഴ്സ് പറയുന്നത്. ഏതാനും ഒരു 10-15 മിനിറ്റ് കൂടി ഈ മഴ ഇതേ തരത്തിൽ ഒന്ന് പെയ്ത് നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാകും. ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകുമെന്നും ഫയർഫോഴ്സ് ഈ ഘട്ടത്തിൽ നമ്മോട് വ്യക്തമാക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.